ഉൾപ്പെടെയുള്ള ദ്വയാർത്ഥ പ്രയോഗം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ കോർപ്പറേഷന്റെ നഗരസഭയുടെ കൗൺസിൽ ഹാളിൽ അത്തരത്തിലുള്ള ഒരു പ്രയോഗം അദ്ദേഹം നടത്തിയതിന് ശക്തമായ പ്രതിഷേധമുണ്ട്. ഞങ്ങളുടെ വനിതാ കൗൺസിലേഴ്സ് എല്ലാം പരാതി കൊടുക്കണം എന്നുള്ള നിലയിലാണ് നിൽക്കുന്നത്. അതെന്ത് ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ കോർപ്പറേഷന്റെ കോർ കമ്മിറ്റി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഉണ്ട് DCC ഓഫീസിൽ. എന്ത് ചെയ്യണം എന്നുള്ളത് ആലോചിച്ച് തീരുമാനിക്കും. ഇത്തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗമൊക്കെ ഒരു കൗൺസിൽ ഹാളിൽ ബഹുമാന്യനായ മേയർ, ആദരണീയനായ നഗരപിതാവിന് പറയാൻ കൊള്ളാവുന്നതാണോ എന്നുള്ളത് മാത്രമാണ് ഈ അവസരത്തിൽ ചോദിക്കാനുള്ളത്. വളരെ വിഷമത്തോടെയാണ് ഞാൻ. നമസ്കാരം. തൃക്കാക്കര MLA ഉമാ തോമസ് കൊച്ചി ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന ഒരു ചടങ്ങിൽ നിന്നും അനധികൃതമായി കെട്ടി ഉയർത്തിയ എല്ലാവിധ സുരക്ഷാ സന്നാഹങ്ങളെയും മറികടന്നുകൊണ്ട് ഒരു സുരക്ഷാ ചട്ടങ്ങളും പാലിക്കാതെ കെട്ടി ഉയർത്തിയ ഒരു സ്റ്റേജിൽ നിന്നും താഴെ വീണ് പരിക്കുപറ്റി ഇപ്പോൾ റിനൈൻ മെഡിസിറ്റിയിൽ കിടക്കുന്നു. 10 ദിവസത്തോളമായി ഉമാ തോമസ് ആശുപത്രിയിൽ കഴിയുന്നു. എന്നാൽ ആശുപത്രിയിൽ എത്തിച്ചതിൽ നിന്നും വിഭിന്നമായി അവരുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്നുള്ളതാണ് മെഡിക്കൽ ബുള്ളറ്റിനുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ സുഖം പ്രാപിക്കാൻ ഇനിയും കുറേ സമയമെടുക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഈ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച്, അതായത് കൊച്ചിൻ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ കെട്ടി ഉയർത്തിയ സ്റ്റേജിൽ നിന്നും താഴെ വീണ് ഉമാ തോമസിന് പരിക്ക് പറ്റിയ ഈ വിഷയത്തിൽ കൊച്ചിൻ കോർപ്പറേഷന് അതീവ ഗുരുതരമായ വീഴ്ച പറ്റിയിരിക്കുന്നു എന്ന് തന്നെയാണ് പ്രതിപക്ഷ കക്ഷികളായ കോൺഗ്രസിന്റെ എല്ലാ കൗൺസിലേഴ്സും പറഞ്ഞത്. ഇന്ന് കൗൺസിലർ യോഗത്തിൽ പ്രതിപക്ഷ കക്ഷികൾ ഇതിനെതിരെ ശബ്ദമുയർത്തുകയും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടായ സുരക്ഷാ വീഴ്ചയുടെ ഭാഗമായി തന്നെയാണ് ഉമാ തോമസിന് അവിടെ നിന്ന് വീണ് പരിക്ക് പറ്റാൻ ഇടയായത് എന്നുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് ദീപ്തി മേരി വർഗീസ് ഉൾപ്പെടെ KPCCയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ് അവർ. നഗരസഭ കൗൺസിലേഴ്സ് എല്ലാം, പ്രതിപക്ഷ കക്ഷികളായ നഗരസഭാ കൗൺസിലേഴ്സ് എല്ലാം. എന്നാൽ മേയറായ അനിൽകുമാർ ദീപ്തി മേരീസ് വർഗീസ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നേരെ ദ്വയാർത്ഥ പ്രയോഗം നടത്തി അവരെ അപഹസിക്കുകയായിരുന്നു എന്നാണ് ദീപ്തി മേരി വർഗീസ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പരാതിപ്പെട്ടത്. ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട് ഹണി റോസ് നടത്തിയ ചില പരാമർശങ്ങൾ കേസിലാകുകയും ആ കേസിനെ തുടർന്ന് ബോബി ചെമ്മണ്ണൂർ ജാമ്യം പോലും കിട്ടാതെ ജയിലഴിക്കുള്ളിൽ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് അടക്കമുള്ള കോൺഗ്രസിന്റെ കൗൺസിലേഴ്സിനെ കൊച്ചി മേയർ അനിൽകുമാർ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ പരിഹസിച്ചിരിക്കുന്നു, അധിക്ഷേപിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയുമായി ദീപ്തി മേരി വർഗീസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുന്നത്. ഉമാ തോമസ് കൊച്ചി ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടായ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടായ സുരക്ഷാ വീഴ്ച തന്നെയാണ് അവരുടെ അപകടത്തിന് കാരണം എന്നാണ് ദീപ്തി മേരി വർഗീസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ നഗരസഭയിൽ ഉയർത്തിയ പ്രമേയത്തിലൂടെ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. എന്നാൽ ഇത്തരം ഒരു സന്ദർഭത്തിലാണ് മേയർ അനിൽകുമാർ ഇവരെ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ കളിയാക്കിയത് എന്ന് ദീപ്തി മേരി വർഗീസ് പറയുന്നു. ഹണി റോസ് ബോച്ചയ്ക്കെതിരെ ഉയർത്തിയ സ്ത്രീത്വത്തിനെതിരെയുള്ള ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും സമൂഹ മധ്യത്തിൽ നിലനിൽക്കെ തന്നെയാണ്. അഥവാ അത്തരം വിവാദങ്ങൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ കൊച്ചി നഗരസഭയുടെ അംഗങ്ങളായവർ കൊച്ചിയുടെ മേയറായ പിതാവായ അനിൽകുമാറിനെതിരെ ഇപ്പോൾ ദ്വയാർത്ഥ പ്രയോഗവുമായി, അല്ലെങ്കിൽ ദ്വയാർത്ഥ പ്രയോഗത്തിന്റെ പേരിൽ അധിക്ഷേപങ്ങളും ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. KPCCയുടെ ജനറൽ സെക്രട്ടറിയായ തനിക്ക്, തന്നെപ്പോലുള്ള ഒരു സ്ത്രീക്ക് ഇത്തരത്തിൽ അധിക്ഷേപം സഹിക്കേണ്ടി വന്നു എന്നുണ്ടെങ്കിൽ സാധാരണക്കാരായ സ്ത്രീകളോട് ഇവർ ഏതു തരത്തിൽ പെരുമാറില്ല എന്ന് തന്നെയാണ് കൊച്ചിയുടെ നഗരപിതാവ് എന്നറിയപ്പെടുന്ന അനിൽകുമാറിനെതിരെ ദീപ്തി മേരി വർഗീസ് ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത്. ദീപ്തി മേരി വർഗീസ് നഗരസഭയുടെ പിതാവായ അനിൽകുമാറിനെതിരെയും ഉമാ തോമസ് വീണ് പരിക്കേൽക്കാൻ ഇടയുണ്ടായ സാഹചര്യത്തിൽ GCDAയ്ക്കും കോർപ്പറേഷനുമെല്ലാം പറ്റിയ വലിയ വലിയ വീഴ്ചകളെക്കുറിച്ചുമെല്ലാം മാധ്യമങ്ങളോട് സംസാരിച്ചതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ബഹുമാനപ്പെട്ട MLA ശ്രീമതി ഉമാ തോമസിന്റെ അതിദാരുണമായ ഒരു അപകടത്തെക്കുറിച്ചായിരുന്നു ഇന്ന് കോർപ്പറേഷൻ കൗൺസിലിൽ പ്രധാനപ്പെട്ട ചർച്ചയുണ്ടായത്. അതുമായി ബന്ധപ്പെട്ട് പ്രമേയം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അവതരിപ്പിക്കുകയും അതിനെ പിന്താങ്ങിക്കൊണ്ട് കോർപ്പറേഷന്റെ എല്ലാ കൗൺസിലേഴ്സും സംസാരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വളരെ വിഷമകരമായി തോന്നിയ ഒരു കാര്യം, ഇത്രയും സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ അതിനു വേണ്ട പ്രാധാന്യം കൊടുക്കുവാൻ ബഹുമാന്യനായ മേയർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതിനെ ആക്ഷേപിക്കുന്ന രീതിയിൽ, പരിഹസിക്കുന്ന രീതിയിലുള്ള മറുപടികളാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകർ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും, PPR ലൈസൻസിന്റെ കാര്യം, PPR ലൈസൻസ് അപേക്ഷയുമായി വന്നപ്പോൾ അത് ശരിയായ രീതിയിൽ പരിശോധിച്ചില്ല എന്ന് മാത്രമല്ല, അവരുടെ ആപ്ലിക്കേഷനിൽ, കത്തിൽ
സിഗ്നേച്ചർ പോലും ഉണ്ടായിരുന്നില്ല. അത്രയും വലിയ വീഴ്ച വന്നിരിക്കുന്നു. PPR ലൈസൻസ് അനുവദിക്കാവുന്നതാണ് എന്ന് ഒരു ശ്രദ്ധയുമില്ലാതെ അശ്രദ്ധമായിട്ടൊരു റിപ്പോർട്ട് HIയും മറ്റു ഉദ്യോഗസ്ഥരും കൊടുക്കുന്നു. ഇത്തരം കാര്യങ്ങൾ, വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ കൊച്ചി നഗരസഭയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നഗരസഭയുടെ പ്രതിപക്ഷ കൗൺസിലേഴ്സ് ഇന്ന് എത്തിയത്. പക്ഷേ ഞങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളെയും പരിഹസിക്കുകയും ചിരിച്ചുകൊണ്ട് ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു മേയറെയാണ് ഇന്ന് കണ്ടത്. അതുമാത്രമല്ല, KPCCയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ എന്നോട് വളരെ മോശമായ രീതിയിൽ ദ്വയാർത്ഥ പ്രയോഗം ഇന്ന് നടത്തിയിരിക്കുകയാണ്. വളരെ വിഷമത്തോടെ പറയുകയാണ്. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന പല വിഷയങ്ങളും ഇപ്പോൾ നടക്കുന്ന ബോച്ചയുടെ ഉൾപ്പെടെയുള്ള ദ്വയാർത്ഥ പ്രയോഗം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ കോർപ്പറേഷന്റെ നഗരസഭയുടെ കൗൺസിൽ ഹാളിൽ അത്തരത്തിലുള്ള ഒരു പ്രയോഗം അദ്ദേഹം നടത്തിയതിന് ശക്തമായ പ്രതിഷേധമുണ്ട്. ഞങ്ങളുടെ വനിതാ കൗൺസിലേഴ്സ് എല്ലാം പരാതി കൊടുക്കണം എന്നുള്ള നിലയിലാണ് നിൽക്കുന്നത്. അത് എന്ത് ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ കോർപ്പറേഷന്റെ കോർ കമ്മിറ്റി, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഉണ്ട് DCC ഓഫീസിൽ. എന്ത് ചെയ്യണം എന്നുള്ളത് ആലോചിച്ച് തീരുമാനിക്കും. ഇത്തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗമൊക്കെ ഒരു കൗൺസിൽ ഹാളിൽ ബഹുമാന്യനായ മേയർ, ആദരണീയനായ നഗരപിതാവിന് പറയാൻ കൊള്ളാവുന്നതാണോ എന്നുള്ളത് മാത്രമാണ് ഈ അവസരത്തിൽ ചോദിക്കാനുള്ളത്. വളരെ വിഷമത്തോടെയാണ് ഞാനിത് പറയുന്നത്. ജുഡീഷ്യൽ അന്വേഷണം ഞാൻ പറയുന്നത് അല്ല, അതായത് അങ്ങനല്ല. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് പോലും അദ്ദേഹത്തിന്റെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. അതായത് അന്ന് ആശുപത്രിയിൽ KPC പ്രസിഡന്റ് വന്നപ്പോഴാണ് അന്വേഷണം നടക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ആശുപത്രിയിൽ സന്ദർശിക്കാൻ വരുന്നു, അന്വേഷണം ഏത് ഘട്ടത്തിൽ എത്തി എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു അവലോകനം നടത്തുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. പക്ഷെ ഇന്നിപ്പോൾ നഗരസഭയിൽ ഞങ്ങൾ പ്രമേയം അവതരിപ്പിക്കാനുള്ള കാരണം നഗരസഭയുടെ ഭാഗത്ത് നിന്ന് നിരവധിയായ വീഴ്ചകൾ വന്നിട്ടുണ്ട്. ഇവരുടെയൊക്കെ ഫോൺ കോളുകൾ, ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച ഫോൺ കോളുകൾ അന്വേഷണ വിധേയമാക്കണം. അതുകൊണ്ടാണ് ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറഞ്ഞത്. ഇതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഫിനാൻസ് കമ്മിറ്റി കൂടി മറ്റുള്ള കമ്മിറ്റികളെല്ലാം ഒരുമിച്ച് കൂടിയപ്പോൾ കണ്ടെടുത്ത രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കോർപ്പറേഷൻ കൗൺസിലിൽ ഞങ്ങൾ സംസാരിച്ചത്. അപ്പൊ ആ രേഖയുടെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം ഇതിൽ കൃത്യമായി കോർപ്പറേഷൻ എന്ത് വീഴ്ചയാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വേണം എന്നുള്ള ന്യായമായ ഒരു ആവശ്യമേ ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളൂ. അല്ല, എത്രയോ ദിവസങ്ങൾക്ക് മുൻപാണല്ലോ KPC പ്രസിഡന്റ് ആശുപത്രിയിൽ വരുമ്പോഴാണ് അത് ചോദിച്ചത്. തീർച്ചയായിട്ടും ഈ കണ്ടെത്തലുകളൊക്കെ ഞങ്ങൾ KPCC അറിയിക്കുന്നുണ്ട്, ഞാനും അറിയിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഞങ്ങൾ